പഞ്ചായത്തിൻ്റെ വീടാണ്. പഞ്ചായത്തിൻ്റെ വീടെന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂം, ടൈൽ ബെഡ്റൂമിൽ കിട്ടുന്ന ടൈലൊക്കെ ഉണ്ട്. ചുമരൊക്കെ എന്ന് പറഞ്ഞാൽ പുട്ടിയിടണ്ട, അത്ര ഫിനിഷിങ്ങായി ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പുട്ടിയുടെ ആവശ്യമില്ല. ഇങ്ങനത്തെ സ്വിച്ചൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നു. ഇത് ഹാള്, ഇത് ഫ്രണ്ട് വാതിൽ. ഹാൾ ഇത്തിരി വലിപ്പമുള്ള രീതിക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്വിച്ചൊക്കെ ലോക്കലൊന്നുമല്ല, സാധാരണ ഒരു വിധം ലെവലായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാത്റൂം, ഒരു ബാത്റൂമിൻ്റെ ഡോറ്, പിന്നെ ചെറിയൊരു ബേസും വെച്ച് കൊടുത്ത്. ബാത്റൂമിലുള്ള ടൈല് കണ്ട, ഒരു 6 അടി നീളവും 4 അടി വീതിക്ക് ഒരു ബാത്റൂം ശരിയാക്കി കൊടുത്തു. ബാത്റൂം താത്ത് വാർത്തല്ല, ഹൈറ്റുള്ള ബാത്റൂം. യൂറോപ്യൻ ക്ലോസറ്റ് വെച്ച് കൊടുത്ത്. ഇതൊക്കെ ഒതുക്കാനുണ്ട്. ഇപ്പം പണികൾ നടക്കുന്നുണ്ട്, സാധനം വായിട്ടിരിക്കുന്ന സ്ഥലമില്ലാത്തതുകൊണ്ട്. ഇത് അടുത്ത ബെഡ്റൂമാണ്. ഇതിൽ ഒരു ജനലേ ഉള്ളൂ, 2 വാതിൽ. എല്ലാം 2 മണി ജനല വെച്ചിരിക്കുന്നത്. ഇതിന് സ്വിച്ചൊക്കെ കാര്യമായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിച്ചൺ. അല്ല, കിച്ചണിലെ ടൈലൊക്കെ ഒട്ടിച്ച് മുകളിലൊരു സ്ലാബൊക്കെ വാർത്ത് അവിടെ ഒരു ഗ്രാനൈറ്റിൻ്റെ പീസൊക്കെ വെച്ചൊരു സ്ലാബ് വെച്ച് കൊടുത്ത്. കിച്ചൻ്റെ അടിയൊക്കെ കണ്ട അടിപൊളിയായിട്ട് നമ്മൾ തേച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പുറത്തെങ്ങനെ തേക്കുന്നത് അതേപോലെയാണ് തേച്ചിരിക്കുന്നത്. കണ്ട, കറണ്ടി പാടൊന്നുമില്ല, കുഷ്ഠരോഗം പിടിച്ചിരിക്കുന്നത്. സാധാരണ ടൈൽ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ അടിവശം ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഒട്ടിച്ചു വിടും. ഇതൊക്കെ നമ്മൾ പക്ക ക്ലിയറായിട്ടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കണ്ട, ഏത് കിച്ചനകത്ത് നോക്കിയാൽ ഇങ്ങനെ നോക്കിയാലും കാണാൻ പറ്റും അടിയിൽ പോയിട്ട്. വൃത്തി ഉണ്ടാവത്തില്ല തേപ്പ്. അതുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് തേച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ പണിയത്തിൽ പാടാണ്, കിടന്നിരുന്നൊക്കെ ചെയ്ത് കൊടുക്കണം. കണ്ട, തറയൊക്കെ കണ്ട അടിപൊളിയായിട്ട്, മൂലയൊക്കെ കണ്ട, ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ കബോർഡ് സെറ്റ് ചെയ്യാം നല്ല രീതിയിൽ. പിന്നെ പൈസ എന്ന് പറഞ്ഞാൽ കൂടിയതല്ല, പഞ്ചായത്തിൻ്റെ ഒരു ആവറേജ് ലെവലിൽ. 2 പാളി ജനലാണ്. ഇത് കോൺക്രീറ്റിൻ്റെ ജനലാണ്, അതുകൊണ്ട് മരത്തിൻ്റെ അല്ല. ഒരു സ്ലാബ് വെച്ച് കൊടുത്തു. അപ്പോൾ കിച്ചണിനകത്ത് നമ്മളിതിങ്ങനെ സ്വിച്ചൊക്കെ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കും. ഗ്രാനൈറ്റൊക്കെ ഇട്ട് കൊടുത്ത്, ബേസും വെച്ച് കൊടുത്ത്, ഗ്യാസ് അടുപ്പിന് വെച്ച് കൊടുത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വർക്ക് ഏരിയ പണിയുന്നത്. ഇത് വർക്ക് ഏരിയ 143 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പിന്നെ ക്ലൈമിന് ഒരു സ്റ്റെയർ കേസ് വേണമെന്ന് പറഞ്ഞു. ആദ്യം വേണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ സ്റ്റെയർ കേസ് കൂടെ വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സ്റ്റെയർ കേസ് തട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോൺക്രീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ പാരപ്പറ്റൊന്നും കെട്ടിയിട്ടില്ല. പാരപ്പറ്റൊക്കെ ഇത് ഇപ്പോൾ കെട്ടാൻ പോകുന്നേ ഉള്ളൂ. കാശ് കുറച്ചേ തന്നുള്ളൂ. അപ്പോൾ അതിന്